ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിം തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ തിളങ്ങുന്ന താരം. അയാളെ നായക പരിവേഷം നൽകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് യൂട്യൂബർമാരെ കാണാൻ സാധിച്ചു. വിഷബാധയേറ്റെന്നോ ഗുരുതരമായ ആശുപത്രിയിലാണെന്നോ, ഒരു ഭാഗത്ത് മരിച്ചെന്നുള്ള വാർത്ത ഇല്ല മരിച്ചിട്ടില്ല എന്ന് വേറൊരു ഭാഗത്ത്. എന്തായിരുന്നാലും ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഏറെ പ്രചാരത്തോടു കൂടിയാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ത്യക്ക് വളരെയധികം വേണ്ടപ്പെട്ട തലയാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെത്. കറാച്ചിയിലെ ക്ലിഫ്റ്റൺ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഹൗസ് ബംഗ്ലാവ് ദാവൂദിന്റെ സ്ഥിരം വസതിയാണ് എന്നത് നിഷേധിക്കാനാവാത്ത തെളിവുകളുണ്ടെന്നാണ് ഇന്ത്യൻ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. രണ്ടാമത്തെ ഒളിത്താവളം കറാച്ചിയിലെ തന്നെ ഡിഫൻസ് ഹൗസിംഗ് കോളനിയിലാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ദാവൂദിന് 14 മുതൽ 18 വരെ പാസ്പോർട്ടുകൾ ഉണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഓരോ തവണ ദാവൂദിനെ സംബന്ധിച്ച് മരണവാർത്ത പുറത്തു വരുമ്പോഴും കൃത്യമായി ദാവൂദിന്റെ സംഘാംഗങ്ങൾ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരാറുണ്ട്. അതായത് ദാവൂദ് പലതവണകളിൽ മരിച്ചു കഴിഞ്ഞു, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. ഇയാളുടെ കാല് മുറിച്ചു മാറ്റിയെന്നായിരുന്നു 2016 വന്ന ഒരു കിംവദന്തി. ഹൃദയാഘാതം വന്ന് മരിച്ചു എന്ന് 2017 റിപ്പോർട്ട്. ബ്രെയിൻ ട്യൂമർ വന്ന് ബാധിച്ച് ഗുരുതരാവസ്ഥയിലാണ് എന്ന വാർത്ത പിന്നീട് പുറത്തു വന്നു. എന്നാൽ ഇതെല്ലാം പിന്നീട് നിഷേധിക്കപ്പെട്ടു. ഹോട്ടലിൽ നടന്ന വെടിവെപ്പിൽ ദാവൂദ് കൊല്ലപ്പെട്ടെന്ന് ഒരിക്കൽ വാർത്ത വന്നു. ഏറ്റവും ഒടുവിലായിട്ട് വന്നതാണ് വിഷബാധയേറ്റു എന്ന പ്രചാരണം. ഇതും നിഷേധിക്കുകയാണ് ദാവൂദിന്റെ അനുയായികളായ ആളുകൾ. പ്രത്യേകിച്ച് ഛോട്ടാ ഷക്കീൽ രംഗത്തെത്തിയിട്ടുണ്ട്. ദാവൂദിന്റെ വലങ്കൈയാണ് ഛോട്ടാ ഷക്കീൽ. പ്രചരിപ്പിക്കുന്നത് ഊഹാപോഹം മാത്രമാണെന്നും ദാവൂദ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും 1000% ഫിറ്റാണെന്നും ഛോട്ടാ ഷക്കീൽ ഒരു ദേശീയ മാധ്യമത്തോട് വ്യക്തമാക്കി. മുൻകാലങ്ങളിൽ വന്ന രീതിയിലുള്ള ഊഹാപോഹം എന്നതിനപ്പുറം മറ്റൊരു കാര്യവും ഇതിലില്ലെന്നും ഛോട്ടാ ഷക്കീൽ ചൂണ്ടിക്കാണിച്ചു. ഛോട്ടാ ഷക്കീലാണ് ദാവൂദ് സ്ഥാപിച്ച ഡി കമ്പനി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിന്റെ ഓൾ ഇൻ ഓൾ മേൽനോട്ടം വഹിക്കുന്നതും. പാകിസ്ഥാനിലുണ്ടായ അപ്രതീക്ഷിതമായ ഇന്റർനെറ്റ് വിച്ഛേദനവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ദാവൂദിന് വിഷബാധയേറ്റു എന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വന്നത്. ഇതിന് വലിയ രീതിയിൽ പ്രചാരണം ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണ് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ദാവൂദ് ഇബ്രാഹിം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തന്റെ മരണവാർത്ത വ്യത്യസ്തമായ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ അത് ആഘോഷിക്കുകയും ചെയ്യുന്നത് അനുഭവിക്കാനും കൂടി ഒരുപക്ഷെ ഒരു യോഗമുണ്ടാകും. ഞങ്ങളുടെ ഭായി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തന്നെ അനുയായികൾ രംഗത്ത് വന്നിട്ടുണ്ട്. മരിക്കില്ല. അണ്ടർവേൾഡ് കിങ് ദാവൂദ് ഇബ്രാഹിമിന്റെ ഇല്ല മരിച്ചിട്ടില്ല, ഞങ്ങളുടെ ഭായി മരിക്കില്ല. അണ്ടർവേൾഡ് കിങ് ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഭായിയുടെ മരണത്തെക്കുറിച്ചുള്ള കിംവദന്തികൾ അടിസ്ഥാനരഹിതമാണ്. അദ്ദേഹം 100% ഫിറ്റാണ് എന്ന് സഹായിയായ ഛോട്ടാ ഷക്കീൽ വ്യക്തമാക്കി. കുറച്ചുപേർ വന്നാലും ഒറ്റയ്ക്ക് നിന്ന് നേരിടാൻ ഇപ്പോഴും ഭായിക്ക് കരുത്തുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത്ര 1000 കുതിരശക്തി കരുത്തുള്ള ദാവൂദ് എന്തിനാണ് ഇന്ത്യയിൽ നിന്നും പാക് അതിർത്തി കടന്ന് ഭീരുവിനെ പോലെ ഒളിച്ചോടിയത് എന്ന ചോദ്യത്തിന് ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞതു മുതൽ ദാവൂദ് ഇബ്രാഹിം ഭയപ്പെട്ടു തുടങ്ങി. അറേബ്യൻ രാജ്യങ്ങളിലേക്കും അതുവഴി പാകിസ്ഥാനിലേക്കും പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തിനാണ് ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിൽ ഇടം കൊടുത്തിട്ടും ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയുമായി നേർക്ക് നേരെ നിന്ന് പൊരുതാൻ തയ്യാറാകാതെ ഒരു ഭീരുവിനെ പോലെ ഒളിക്കുക മാത്രമല്ല, പാകിസ്ഥാനിലെ കറാച്ചിയിൽ വസതിയുണ്ടാക്കി അവിടെ ഒരു പത്താൻകാരിയെ 2ാം വിവാഹവും കഴിച്ച് സുഖസുന്ദരമായി കഴിഞ്ഞിട്ടും ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ആരോടും പറയരുത് എന്നും രഹസ്യമായ താവളത്തിൽ ഒതുങ്ങിക്കൂടാൻ ആണ് ദാവൂദ് ഇബ്രാഹിം ആഗ്രഹിച്ചതും. അത് ഇന്ത്യയെ ഭയന്നിട്ട് തന്നെയല്ലേ? എന്നിട്ട് ഞങ്ങളുടെ ഭായി എത്ര പേര് വന്നാലും പൊരുതാൻ തക്ക രൂപത്തിൽ 1000 ആളിന്റെ കുതിരശക്തിയോടുകൂടിയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അതിശയോക്തി കൂടി പോയില്ലേ?
ഉത്തരവില്ല. ഇന്ത്യയിലാണ് ദാവൂദിന്റെ കുടുംബവും ബന്ധുക്കളും എല്ലാം. അവരെ പോലും കാണാനാകാതെ പാകിസ്ഥാനിലെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ആഗോള തീവ്രവാദത്തിന്റെ തലതൊട്ടപ്പൻ കൂടിയായ ദാവൂദ് ഇബ്രാഹിം. എന്തായാലും ദാവൂദ് മരിച്ചിട്ടില്ല. അധോലോക നായകൻ ISIയുടെ ആസ്തിയിൽ വിഷം കലർത്തിയതിനെ കുറിച്ച് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അടക്കം വൻ വാർത്തയാണ്. മരണത്തിനും ജീവനും ഇടയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഏറ്റുമുട്ടലാണ്. ഒരാളുടെ മരണം ജീവിച്ചിരിക്കെ ലോകം ഇത്ര അധികം സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലും ഒരു ആശ്ചര്യവും ആദ്യവുമാണ്. ദാവൂദ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ആരവമായി. പിന്നെ മരണവാർത്ത വ്യാജമെന്ന് വരുന്നു. ഇപ്പോൾ 1000 കുതിരശക്തിയിൽ ജീവിച്ചിരിക്കുന്നു എന്നും ഛോട്ടാ ഷക്കീൽ പറയുന്നു. ഉദ്ദേശത്തോടെ കാലാകാലങ്ങളിൽ പരക്കുന്ന കിംവദന്തികൾ മാത്രമാണ് ഞങ്ങളുടെ ഭായിയുടെ മരണമെന്നാണ് ഷക്കീലിന്റെ വാക്കുകൾ. ഞായറാഴ്ച വൈകുന്നേരത്തോടെ പാകിസ്ഥാനിൽ നടന്ന ഇന്റർനെറ്റ് ഷട്ട് ഡൌൺ ആകുന്ന രീതിയിൽ ഹാങ് ആയി. കാരണം ദാവൂദിന്റെ ആരോഗ്യത്തിൽ പാകിസ്ഥാൻകാർ തടിച്ചുകൂടുകയായിരുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും ജനസ്വാധീനമുള്ള ഒരാൾ കൂടിയാണ് ദാവൂദ് എന്ന് തെളിയിച്ചു. സ്വന്തമായി ഒരു അന്തർദേശീയ വിമാനത്താവളം പോലും ഉള്ള ആളാണ് ദാവൂദ്. എന്തായാലും കിംവദന്തികൾക്ക് കൂടുതൽ ആക്കം കൂട്ടി. ദാവൂദ് സ്ഥാപിച്ച ക്രിമിനൽ സംരംഭമായ ഡി കമ്പനിയുടെ ആഗോള പ്രവർത്തനങ്ങൾ നോക്കുന്ന ഷക്കീൽ പാകിസ്ഥാനിൽ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ ഭായിയെ നല്ല നിലയിൽ കണ്ടെത്തിയതായി അവകാശപ്പെട്ടു. ദാവൂദ് ഇബ്രാഹിമിനെ ആയുധമാക്കുന്ന പാകിസ്ഥാന്റെ കുപ്രസിദ്ധ രഹസ്യാന്വേഷണ ഏജൻസി ഛോട്ടാ ഷക്കീൽ പറഞ്ഞത് ഒന്നല്ല പല തവണ പൂർണ്ണ ആരോഗ്യവാനായ ഞങ്ങളുടെ ഭായിയെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഞങ്ങളുടെ ഭായി മരിച്ചിട്ടില്ല. ഇപ്പോഴും എത്ര പേരോട് വേണമെങ്കിലും പൊരുതാനുള്ള പൂർണ്ണ ആരോഗ്യവാനാണ് തങ്ങളുടെ ഭായി എന്ന് പറയുമ്പോൾ കറാച്ചിയിലെ ആശുപത്രിയിൽ കിടക്കുന്നത് ആരാണ്? വിഷം ഉള്ളിൽ ചെന്ന് ഒരു 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 ഫ്ലോർ മുഴുവനും ഇദ്ദേഹത്തിനു വേണ്ടി മാറ്റിവെച്ച് വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കളും അതുപോലെ കുടുംബാംഗങ്ങള്, ഉന്നത ഉദ്യോഗസ്ഥര്, ആശുപത്രി അധികൃതർ മാത്രമേ അവിടെ കയറാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? ISIയുടെ സ്വന്തം വിശ്വസ്തരായ ആളുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ വലയം 24 മണിക്കൂറും കാവലിരിക്കുന്നതിനാൽ ഇവിടെയുള്ള രഹസ്യാന്വേഷണ വൃത്തങ്ങൾ വിഷം കലർത്താനുള്ള സാധ്യത തള്ളിക്കളഞ്ഞു. ദാവൂദ് മുഴുവൻ സമയവും പാക് പട്ടാള കാവലിലാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ആര് വിഷം കൊടുക്കാനാണ് എന്നും ചോദിക്കുന്നു. ദാവൂദിനെ അന്താരാഷ്ട്ര ഭീകരനായി ഇതിനേക്കാൾ വലിയ സെക്യൂരിറ്റി വലയങ്ങൾ ഭേദിച്ച് പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോ ഹർദീപ് സിംഗ് നിജാർ നമുക്കറിയാം, വിഘടനവാദി സംഘടനാ നേതാവാണ്, കാനഡയിലാണ്. ഒരുപാട് ബ്ലാക്ക് കാറ്റുകൾ എടുക്കാൻ വയ്യാത്ത എട്ടുത്താൽ പൊങ്ങാത്ത ആയുധങ്ങളുമായി ചുറ്റിനും നിൽക്കുമ്പോഴാണ് സൂചി പോയിന്റിൽ അജ്ഞാതൻ തലയും കൊണ്ടങ്ങ് പോയത്. ഖ്യാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച യുഎസിന്റെ റെനാൾഡ് ഇപ്പോൾ ദാവൂദിന്റെ ക്ഷേമം ISI ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു സ്രോതസ്സും അമേരിക്കയും ഇന്ത്യയും മരിക്കില്ല. പാകിസ്ഥാൻകാരുടെ കണ്ണിലുണ്ണിയെന്നും ഛോട്ടാ ഷക്കീൽ പറഞ്ഞു. ദാവൂദിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഇന്ത്യയോട് താല്പര്യമുള്ള ജിഹാദി ഭീകരരുടെ കൗതുകകരമായ മരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോസ്റ്റുകൾ വന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വന്ന കണക്ക് പ്രകാരം ദാവൂദിന്റെ ആസ്തികൾ ബിൽഗേറ്റ്സിനേക്കാൾ അധികമാണ്. എന്നാൽ ബ്ലാക്ക് മണിയും ഡി കമ്പനിയും ആയതിനാൽ കണക്കുകളിൽ വരില്ല. പാകിസ്ഥാൻ പലപ്പോഴും പിടിച്ചു നിൽക്കുന്നത് തന്നെ മയക്കുമരുന്ന് കച്ചവടക്കാരനായ ഇയാളുടെ പണം കൊണ്ടാണ്. ഡൽഹിയിലെ ഭരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ ജാഗ്രത പാലിക്കുന്നുണ്ട് എന്ന് ഉറവിടങ്ങൾ പറഞ്ഞു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇതിഹാസവും അധോലോക നായകന്റെ അടുത്ത ബന്ധുവുമായ ജാവേദ് മിയാൻദാദിനെ വീട്ടുതടങ്കലിൽ ആക്കിയതിന്റെ അവകാശവാദങ്ങൾക്കൊപ്പം ദാവൂദിന്റെ ഗുരുതരമായ ആരോഗ്യനില സംബന്ധിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വന്നത് രസകരമാണ്. 1993 മുംബൈ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനായ ദാവൂദിനെ പാകിസ്ഥാനിൽ അഭയം പ്രാപിച്ചു എങ്കിലും തന്റെ പ്രദേശത്ത് ദാവൂദിന്റെ സാന്നിധ്യം നിഷേധിക്കുകയാണ്. കറാച്ചിയിലെ ക്ലിഫ്റ്റൺ പ്രദേശത്ത് ഇയാളുടെയും ഷക്കീലിന്റെയും സാന്നിധ്യം ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചിരുന്നു എങ്കിലും പാകിസ്ഥാൻ അദ്ദേഹത്തിന് അഭയം നൽകുകയായിരുന്നു. ഇത്തവണയും ഇന്ത്യക്ക് വളരെ കൃത്യമായി അറിയാം ദാവൂദ് ഇബ്രാഹിം എവിടെയാണുള്ളത്. 6 തവണകളിൽ വളരെ നിർണായകമായ അവസാന നിമിഷത്തിലാണ് ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയുടെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്. 6 തവണയും പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ദാവൂദ് ഇബ്രാഹിമിന് സപ്പോർട്ടാകുകയായിരുന്നു. ഈ നാടിനെ തകർക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധമായി ഇറങ്ങി തിരിച്ച ദാവൂദ് ഇബ്രാഹിമിന്റെ തല 2019 ഇന്ത്യ ഭീകര പട്ടികയിൽ ചേർക്കുന്നത് മറ്റ് 4 പേരോടൊപ്പം. പക്ഷെ അവരെക്കാൾ ഏറെ പ്രാധാന്യമുള്ള തലയായി ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യ കണ്ടതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ദാവൂദ് ഇബ്രാഹിമിനെ വളരാൻ സഹായിക്കുന്നത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ തന്നെയാണ്. അത് രാഷ്ട്രീയ കക്ഷികൾ എമ്പാടുമുണ്ട്. ദാവൂദ് ഇബ്രാഹിമിന്റെ തല എവിടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ദാവൂദ് ഇബ്രാഹിമിന് ചോർത്തി കൊടുക്കുന്ന ആളുകൾ പോലുമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെടുന്നു. ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം പുറത്തു പറയാൻ അവർ ഭയക്കുന്നത് അതുകൊണ്ടാണ്. ദാവൂദ് ഇബ്രാഹിമിനാകട്ടെ ഇന്ത്യയെ ഭയമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഭായിയുടെ
1000 കുതിരശക്തി ഇന്ത്യക്ക് നേരത്തെ തിരിച്ചറിയാം. നന്ദി.